സീറോ മലബാർ സഭയുടെ ആരാധനാ വർഷം യേശുവിന്റെ രക്ഷാകര ചരിത്രത്തിലെ സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. യേശുവിന്റെ ജനനമാണ് രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭം. സുറിയാനി ഭാഷയിൽ സുബാറ എന്നാണ് മംഗളവാർത്താക്കാലം അറിയപ്പെടുന്നത്. അറിയിക്കുക, പ്രഖ്യാപിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. യേശുവിന്റെ ജനനം ഗബ്രിയേൽ മാലാഖ മറിയത്തെ അറിയിക്കുന്ന ബൈബിൾ ഭാഗമാണ് മംഗളവാർത്ത. ഇതാണ് മംഗളവാർത്തക്കാലത്തിന്റെ അടിസ്ഥാനം. അതോടൊപ്പം തന്നെ സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, സ്നാപക യോഹന്നാന്റെ ജനനം എന്നിവയും ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്നു. പ്രപഞ്ച സൃഷ്ടി, ആദിപാപം, ദൈവത്തിന്റെ വാഗ്ദാനം, യഹൂദജനത്തിന്റെ രക്ഷകന്റെ വരവിനായുള്ള കാത്തിരിപ്പ്, രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ പങ്ക് എല്ലാം മംഗളവാർത്തക്കാലത്തെ വിശുദ്ധ കുർബാന മധ്യേയുള്ള വായനകളുടെ ഭാഗമാണ്. മംഗളവാർത്തക്കാലത്തെ ഓരോ ഞായറാഴ്ചകളിലും സീറോ മലബാർ സഭ ഓരോ സംഭവങ്ങളാണ് അനുസ്മരിക്കുന്നത്. മംഗളവാർത്തക്കാലം ഒന്നാം ഞായർ സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, രണ്ടാം ഞായർ യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, മൂന്നാം ഞായർ സ്നാപക യോഹന്നാന്റെ ജനനം, നാലാം ഞായർ യേശയ്യാ പ്രവാചകന്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം, അഞ്ചാം ഞായർ ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ആദ്യ ഞായർ യേശുവിന്റെ ജനനത്തിന് ശേഷമുള്ള സംഭവങ്ങൾ എന്നിവയെ അനുസ്മരിക്കുന്നു. സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും അവസരമായ മംഗളവാർത്താക്കാലം ഈശോയുടെ ജനനത്തെയും അതിനാസ്പദമായ സംഭവങ്ങളെയും കുറിച്ച് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും, ഒപ്പം രക്ഷകനായ ഈശോയുടെ ജീവിത മാതൃക അനുസരിച്ച് സഭാമക്കൾ എല്ലാവരും വിശുദ്ധ ജീവിതം നയിക്കണമെന്നും സഭാമാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.